യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഈ ദിവസം നിങ്ങളെല്ലാവർക്കും നല്ലൊരു മാസം, നല്ലൊരു 1-ാം തീയതി ആശംസിക്കുകയാണ്. ഏപ്രിൽ മാസം 1-ാം തീയതി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 1-ാം തീയതി മുതൽ ഈ മാസം നിങ്ങൾക്ക് ഒത്തിരി ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. ഇനി വരുന്ന ദിവസങ്ങളൊക്കെ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഉള്ളത്. നല്ലൊരു പെസഹായും നല്ലൊരു ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യവും അനുഗ്രഹവും ആയുസ്സും എല്ലാം തരട്ടെ. ഈ 1-ാം തീയതി വചനം കേൾക്കുന്ന എല്ലാവർക്കും ഈ ഒരു മാസത്തിന് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മാസം ദൈവം നമുക്ക് നൽകിയ സകല അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഈ ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ, ആദ്യ മിനിറ്റുകളിൽ വചനം കേൾക്കുമ്പോൾ ഈ മാസം എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകാനുള്ള സകല കൃപകളും നൽകി ഇന്നത്തെ വചനത്തിലൂടെ എന്നെ അനുഗ്രഹിക്കണമേ. ഈ മാസം വേണ്ട സകല നന്മകളും സൗഖ്യങ്ങളും അഭിഷേകവും ദൈവാനുഗ്രഹങ്ങളും നൽകി ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ 1-ാം തീയതി വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് ഞങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സ്വർഗത്തിലെ ദൈവം ഈ 1-ാം തീയതി മുതൽ ഈ ഒരു മാസക്കാലം മുഴുവൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം കേൾക്കാം. സങ്കീർത്തനം 22-ാം അധ്യായം, 22-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു പരാതി പോലെയാണ്. പരിത്യക്തൻ്റെ രോദനവും പ്രത്യാശയും എന്നാണ് ഹെഡിങ് പോലും. രോദനം, നിലവിളി. വായിക്കുകയാണ് 22-ാം അധ്യായം 1-ാമത്തെ വാക്യം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? സങ്കീർത്തകൻ ചോദിക്കുക, ദൈവമേ, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നീ എന്നെ ഉപേക്ഷിച്ചത്? എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നോ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന്, ദൈവം എന്നെ തള്ളിക്കളഞ്ഞു എന്ന്? നമുക്കും ചിലപ്പോൾ ചില പരാതികളുണ്ടാകും. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടന്നില്ലല്ലോ, ഒന്നും ശരിയായില്ലല്ലോ, ഒന്നും കറക്റ്റായിട്ട് വന്നില്ലല്ലോ, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം എന്ന് ചിന്തിക്കുന്നോ? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? സങ്കീർത്തകൻ ചോദിക്കുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ അങ്ങ് അകന്നിരിക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ നേരെ ചെവി അടച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? എന്നെ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ട്? എന്നെ മറന്നു കളഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. 2-ാമത്തെ വാക്യം, എൻ്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കൊരാശ്വാസം പോലും ലഭിക്കുന്നില്ല. നമ്മുടെ ജീവിതം നമ്മുടെ ചിലരുടെ അവസ്ഥ കണ്ടിട്ട് എഴുതിയതുപോലെ, നമ്മുടെ ചില മനസ്സിൻ്റെ സങ്കടം കണ്ടിട്ട് എഴുതി വച്ചതുപോലെ, ഇതെനിക്ക് വേണ്ടി എഴുതിയതുപോലെ, ഞാൻ പകൽ മുഴുവൻ വിളിച്ചു, അങ്ങ് കേൾക്കുന്നില്ലല്ലോ. രാത്രിയിൽ ഞാൻ വിളിച്ചു, എനിക്കൊട്ടും ആശ്വാസം ലഭിച്ചില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിച്ചത്, ഇങ്ങനെയൊക്കെയാണ് നിലവിളിച്ചത്, ഇങ്ങനെയൊക്കെയാണ് സങ്കടം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇനി 5-ാമത്തെ വാക്യം നോക്കിക്കേ. പരാതി പറഞ്ഞെങ്കിലും ഒരു സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അങ്ങയോടവർ നിലവിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു. പരാതി പോലെയാ പ്രാർത്ഥിച്ചത്. എന്തുകൊണ്ടാണ് കേൾക്കുന്നില്ല? എന്താ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നേ? പരാതിയുടെ സ്വരം പോലും ദൈവം കേട്ട് കേട്ടോ. പ്രാർത്ഥനയുടെ സ്വരം പോലെ തന്നെ പരാതിയുടെ സ്വരം പോലും ദൈവം കേട്ടു. നമ്മളും ചിലപ്പോൾ സ്നേഹം കൊണ്ടാകും, അടുപ്പം കൊണ്ടാകും ദൈവത്തോടും ചിലപ്പോൾ പരാതി പറയും. ഞാനിനി പ്രാർത്ഥിക്കുന്നില്ല, ഞാനിനി ഒരു വചനവും കേൾക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല, ദൈവമൊക്കെ എന്നെ തള്ളിക്കളഞ്ഞു. ഇങ്ങനെ നമ്മളും നമ്മുടെ ശുദ്ധ മനസ്സുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയും. അതുപോലും ദൈവം പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കും കേട്ടോ.
എഴുതിയിട്ടുണ്ട്, അങ്ങയോടവർ നിലവിളിച്ചപേക്ഷിച്ചു. എന്നിട്ട് അവർ കുടുങ്ങിപ്പോയെന്നാണോ, തകർന്നു പോയെന്നാണോ, നശിച്ചു പോയെന്നാണോ? അവർ രക്ഷപ്പെട്ടു. ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, എവിടെയാ മനസ്സ് കലങ്ങിപ്പോയത്? രക്ഷപ്പെടും കേട്ടോ, രക്ഷപ്പെടും. ദൈവത്തിൻ്റെ സ്വരം നിങ്ങളെ ദൈവം കേൾപ്പിക്കുന്നത് ഈ വാക്കിലൂടെയാ. രക്ഷപ്പെടും. അവർ രക്ഷപ്പെട്ടു, അവർ രക്ഷപ്പെട്ടു. പിന്നെയോ, അങ്ങേ അവർ ആശ്രയിച്ചു, അവർ ഭഗ്നാശരായില്ല. അവർക്ക് നിരാശ വന്നില്ല, നിരാശപ്പെടേണ്ടി വന്നില്ല, തകർന്നു പോകാൻ സമ്മതിച്ചില്ല, പരാജയപ്പെട്ടു പോകാൻ സമ്മതിച്ചില്ല. സത്യം പറഞ്ഞാൽ അവർ പരാതിയല്ലേ പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ഒരു സങ്കടമല്ലേ പറഞ്ഞത്? സത്യം പറഞ്ഞാൽ അവിശ്വസിച്ച് പറയുന്ന പോലൊക്കെ തോന്നിയില്ലേ? പക്ഷേ ചിലപ്പോൾ ആ അടുപ്പം കൊണ്ട് പറയും. നമ്മൾ സാധാരണക്കാരോട് പറയും, നീ എന്നോട് മിണ്ടിയില്ല, നീ എന്നോട് ചിരിച്ചില്ല, നീ എന്നോട് അങ്ങനെ ചെയ്തില്ല. നമ്മൾ ചിലപ്പോൾ അടുപ്പമുള്ളവരോട് പറയും, എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ. നമ്മളും ചിലപ്പോൾ അടുപ്പമുള്ളവരോടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ദൈവം ഇതുപോലെ അവർ പറയുക ദൈവത്തോട്, എന്തുകൊണ്ട് കേട്ടില്ല? ഞങ്ങളെ തള്ളിക്കളഞ്ഞു, ഞങ്ങളെ ഉപേക്ഷിച്ചു, ഞങ്ങളെ മറന്നു കളഞ്ഞല്ലോ, ഞങ്ങളുടെ നേരെ ചെവിയടച്ച് കളഞ്ഞല്ലോ. പക്ഷെ 5-ാമത്തെ വാക്യം അവരെ ശിക്ഷിച്ചു എന്നല്ല, അവരെ വഴക്കു പറഞ്ഞു എന്നല്ല, അവരെ ശകാരിച്ചു എന്നല്ല, അവർ രക്ഷപ്പെട്ടു എന്നാണ് പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. രക്ഷപ്പെടുത്താൻ ദൈവം ആഗ്രഹിച്ചു എന്നല്ല, അവർ രക്ഷപ്പെട്ടു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ രക്ഷപ്പെട്ടു. അങ്ങേ അവർ ആശ്രയിച്ചു, അങ്ങയെ അവർ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഭഗ്നാശരാകേണ്ടി വരില്ല, നിരാശരാകേണ്ടി വരില്ല, തല കുനിക്കേണ്ടി വരില്ല, നാണം കെട്ട് പോവുകയില്ല, എവിടെയും പതറിപ്പോവുകയില്ല. ഭംഗിയായിട്ട് വരും, ഭംഗിയായിട്ട് വരും. ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ഒത്തിരി ആഘോഷങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കാനുണ്ട്. കല്യാണമായിട്ടും മാമോദീസയായിട്ടും ആഘോഷങ്ങളൊക്കെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം തയ്യാറെടുക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെങ്ങനെ നടത്തും, എങ്ങനെ ശരിയാകും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പ്രാർത്ഥന കൈവിടരുത്, പ്രാർത്ഥന കൈവിടരുത്. ഭഗ്നാശരാകേണ്ടി വരത്തില്ല, നിരാശരാകേണ്ടി വരത്തില്ല. ഭംഗിയായിട്ട് അത് നടക്കും, ഭംഗിയായിട്ട് ദൈവം തന്നെ മുന്നിൽ നിന്നങ്ങ് നടത്തും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഇന്ന് ഈ വചനം ഈ ബുധനാഴ്ച ദിവസം ഈ 1-ാം തീയതി കേട്ടത് രക്ഷപ്പെട്ടു എന്നാകട്ടെ. 1-ാം തീയതി കേട്ടത് തകർന്നു എന്നല്ല, 1-ാം തീയതി കേട്ടത് എല്ലാം പരാജയപ്പെട്ടു പോയി എന്നല്ല, 1-ാം തീയതി സാക്ഷ്യമാകേണ്ടത് രക്ഷപ്പെട്ടു, അവർ ഭഗ്നാശരായില്ല. ഇതൊക്കെയാണ് കേട്ടത്. ഇതാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട്, രക്ഷപ്പെടും. നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ പ്രതിസന്ധികൾ മാറി രക്ഷപ്പെടും. ആ കള്ളക്കേസിലൊക്കെ കുടുങ്ങി തകർന്നു കിടക്കുമല്ലേ, രക്ഷപ്പെടും. ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടും, ആ വയ്യായ്മയിൽ നിന്ന് രക്ഷപ്പെടും, ആ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടും, ആ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും, ആ രോഗപീഠകളിൽ നിന്ന് രക്ഷപ്പെടും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നിങ്ങൾ കാണാനിടവരും. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾ അനുഭവിക്കും. ദൈവത്തിൻ്റെ ആ പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവും. പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ 1-ാം തീയതി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. അതോടൊപ്പം ഒരു കാര്യമുണ്ട്, നാളെ പെസഹ വ്യാഴമാണ്. നാളത്തെ വചനം മറക്കാതെ കേൾക്കണം. പെസഹ വ്യാഴം നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ്. ദൈവം നമ്മളെ കടാക്ഷിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ കൂടെ ഉള്ള സമയമാണ്. നമുക്ക് നാളത്തെ ദിവസവും മറക്കാതെ പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, സാഹചര്യങ്ങളിൽ, ആരോഗ്യത്തിൽ എല്ലാം ഉണ്ടാകട്ടെ. നിങ്ങൾ രക്ഷപ്പെടും. ദൈവവചനത്തിലൂടെ നിങ്ങൾ കേട്ടത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്, രക്ഷപ്പെടുമെന്നാണ്. ഈ പ്രയാസങ്ങൾ മാറും, ഈ പ്രതിസന്ധികൾ മാറും, ഈ അസ്വസ്ഥതകളൊക്കെ മാറി ദൈവത്തിൻ്റെ കരുണയും കൃപയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ദൈവത്തിൻ്റെ കടാക്ഷം നിങ്ങൾ അനുഭവിക്കും. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ കാണാനും അറിയാനും അനുഭവിക്കാനും ഇടവരണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ മനസ്സുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച് ഈ വലിയ ആഴ്ചയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ലൊരു 1-ാം തീയതി നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ലൊരു മാസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സന്തോഷത്തോടെ ആയിരിക്കുക. നാളെയും പെസഹ വ്യാഴമാണെങ്കിലും രാവിലെ 5:30 തന്നെ വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെ 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.